എല്ലാവർക്കും നമസ്കാരം. MGയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുൽത്താൻ ബത്തേരി മിൻറ്റ് ഫ്ലവറിൽ താമസിച്ചുകൊണ്ട് മുത്തങ്ങ ബന്ദിപ്പൂർ വഴി മുതുമലയ്ക്കൊരു ഡ്രൈവ്. ഞങ്ങൾ 4 പേരും ഒരുമിച്ചായിരുന്നു താമസം. ഒരു വലിയ റൂമിനെ രണ്ടായി തിരിച്ച് 2 ബെഡ്റൂമുകളാക്കി ഒരു റൂമിൽ 2 പേർ വെച്ച് താമസം. ഫാമിലിയായി വരുന്നവർക്ക് ഒരു സെറ്റപ്പാണത്. ഹോട്ടലിലെ TV-യിൽ നമ്മുടെ ചാനലിട്ട് രാവിലെ തന്നെ നിർവൃതി അടഞ്ഞു. കാട്ടിലേക്ക് കയറും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. സഫാരിയുടെ വണ്ടിയാണ് കിടക്കുന്നത് ഇവിടെയാണ്. ഉച്ച കഴിഞ്ഞുള്ള യാത്രയാണ്. 3 മണി മുതൽ 9 മണി വരെയുള്ള കാട് യാത്ര. മുത്തങ്ങ മുതൽ ഗുണ്ടൽപേട്ട് വരെ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന കാട്ടുവഴിയിൽ കൂടെ. ആ കാട്ടുവഴിയിൽ കൂടിയാണ് യാത്ര. ഈ വഴികൾ തന്നെയാണ് എന്നെ ഒരു വനസഞ്ചാരിയാക്കിയത്. വനസഞ്ചാരത്തെ അടിവരയിട്ട് കുറിച്ചു തന്നത് ബന്ദിപ്പൂർ കാടുകളുമാണ്. ഫയർലൈൻ വെട്ടി വൃത്തിയാക്കി നിൽക്കുന്ന കാടിൽ, ആ കാട്ടിൽക്കുള്ള മുതുമലയ്ക്കുള്ള യാത്രയിൽ നമുക്ക് മുന്നിലുള്ള കാടുകൾ വളരെ കുറുകിയ മരങ്ങളോട് കൂടിയവയാണ്. വലിയ വലിപ്പമുള്ള മരങ്ങൾ ഉൾക്കാട്ടിലുണ്ട് താനും. റോഡിൻ്റെ വശങ്ങളിൽ നമുക്ക് കാഴ്ചയാവുന്ന കുറുകിയ മരങ്ങൾ തന്നെയായിരുന്നു. വൃത്തിയുള്ള സുന്ദരൻ വഴിയിൽ കൂടിയുള്ള യാത്ര, അതും മുതുമലയ്ക്കുള്ള യാത്ര, മനോഹരം തന്നെയാണ്. മസനഗുഡി വഴി ഊട്ടിക്കുള്ള യാത്രയല്ല, മുത്തങ്ങ വഴി മുതുമലയ്ക്കുള്ള യാത്രയാണ്. ഈ യാത്ര മനോഹരം തന്നെയാണ്. 3 സംസ്ഥാനങ്ങളിലായി വിസ്തരിച്ച് കിടക്കുന്ന വനപ്രദേശം, സസ്യജന്തു ജീവജാലങ്ങളുടെ കലവറ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന വനപ്രദേശത്തോട് യാത്ര ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ആകാംക്ഷയും ഉൾവിളികളും എല്ലാം ഉണ്ടാകുമെന്നതാണ്. കാടുയാത്രയിൽ നമുക്ക് മുന്നിൽ വരുന്ന വന്യജീവി കാഴ്ചകൾ ഭാഗ്യമാണ്. ഒരു ദിവസം മുഴുവൻ അലഞ്ഞാലും ചിലപ്പോൾ കാഴ്ചകൾ ഒന്നും തന്നെ ഉണ്ടായി എന്ന് വരികയില്ല. എന്നാൽ മടക്കയാത്രയിൽ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളും പലപ്പോഴും നമ്മുടെ മുന്നിൽ എത്താറുണ്ട്. എന്നാൽ ഈ ദിവസത്തെ കാഴ്ചയിൽ പലതും നമുക്ക് മുന്നിൽ കൂടെ തന്നെ രാവും പകലുമില്ലാതെ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. രാത്രിയിലും ഈ കാഴ്ചകൾ എത്തുന്നു എന്നത് ഈ ദിനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഈ വനപ്രദേശത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിലാണ് മുതുമല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1990-ലാണ് ഇത് രൂപം കൊണ്ടത്. ഗൂഡല്ലൂരിൽ നിന്നും 17 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മുതുമല ദേശീയോദ്യാനം ഒരു ആന പരിശീലന കേന്ദ്രം കൂടിയാണ്.
വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം, ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം, നാറുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവ ഇതിൻ്റെ സമീപത്തുള്ള കാടുകൾ തന്നെയാണ്. ഇവിടുത്തെ ഭൂപ്രകൃതി 103 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. കുന്നുകളും ചതുപ്പുകളും നിറഞ്ഞ പ്രദേശം, ഇല പൊഴിയും തരത്തിലുള്ള വൃക്ഷങ്ങളാണ് ഇവിടുത്തേത്. ഇവിടുത്തെ ജന്തുജാലങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും അധികം ആനകളുള്ള ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നാണ് മുതുമല. ബോണൻ മക്കാക്ക്, കടുവ, വരയൻ കഴുതപ്പുലി, പുള്ളിമാൻ, കരിമ്പുലി തുടങ്ങിയ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണിവിടം. മലബാർ ഡ്രോഗൺ എന്ന തീക്കാക്ക, മലബാർ വേഴാമ്പൽ, പലയിനം പരുന്തുകൾ എന്നിവ ഇവിടെ കാണാവുന്നതാണ്. സഞ്ചാരികൾക്ക് കാട്ടിൽ താമസിക്കുവാനും ഈ വനപ്രദേശം ആസ്വദിക്കുവാനും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ വിവിധ സംവിധാനങ്ങൾ ഈ കാട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അഭയാരണ്യം പോലുള്ള കോട്ടേജ് സംവിധാനങ്ങൾ സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മുതുമലയിലെത്തിയ നമുക്ക് ആന ക്യാമ്പും കാടിനുള്ളിലേക്കുള്ള സഫാരിയും എല്ലാം നമുക്ക് ആസ്വദിച്ച് മടങ്ങാവുന്നതാണ്. നമുക്ക് മുന്നിലുള്ള തള്ളയാനയും കുഞ്ഞും കാട്ടുപൂത്തും എല്ലാം കാഴ്ചയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മടക്കയാത്രയ്ക്കുള്ള സമയമായി എന്നതാണ്. ഈ ദിവസം മകൻ മൈസൂർ യാത്ര കഴിഞ്ഞ് മുതുമല വഴി എത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ നാട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. അവൻ്റെ സ്കൂൾ വണ്ടികൾ പലതും നമ്മളെ കടന്നുപോയി. അവൻ്റെ വണ്ടി അവസാനമാണ് എത്തിയത്. വണ്ടി കൈ കാണിച്ച് നിർത്തി. അവനെ കണ്ടു. വലിയ സന്തോഷമായി അവനും. അവനോട് ബൈ പറഞ്ഞ് കാടിൻ്റെ ഇരുട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നായിരുന്നു ആ കാഴ്ച കണ്ണിൽ ഒടുക്കിയത്. ലെപ്പേർഡ് ക്യാറ്റ് വീണ് കിടക്കുന്ന മരക്കൊമ്പിൽ ഇരിക്കുകയാണ്. ആ ജീവിയിലേക്ക് ക്യാമറ എത്തുന്നവർ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇരുട്ടിൽ അതിനെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി കാട്ടിലേക്ക് ഒന്ന് ചെരിഞ്ഞു എന്നതാണ്. സ്റ്റിയറിംഗ് നേരെയാക്കി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ കാട്ടുപൂച്ച നമ്മളെ കടന്ന് കുറച്ച് പോയിരുന്നു. ആ കാഴ്ചയിൽ നിന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു ഉഗ്രൻ കൊമ്പൻ, നീണ്ടു വളഞ്ഞ അവൻ്റെ കൊമ്പുകൾ, ആ വലിയ ശരീരവും ഇരുട്ടും ഇതെല്ലാം കൂടി നമ്മൾ ആസ്വദിക്കുമ്പോൾ കൊമ്പൻ രാത്രിയുടെ നിഗൂഢതകളിൽ നിറഞ്ഞാടുകയായിരുന്നു. ആ കരിവീരൻ ആ കൂരിട്ടിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സഹ്യസുന്ദര മുഖത്തെ അധികം ശല്യം ചെയ്യാതെ മാറി നിന്ന് അവനെ പകർത്തി മടങ്ങുകയാണ് ഉണ്ടായത്. മടക്കയാത്രയിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലെത്തി. മ്ലാവ് വലിയ ശബ്ദത്തോടെ അലാംകോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കുറച്ച് മുന്നിലായി മാറിയാണ് നിൽക്കുന്നത്. ഇടതുവശത്താണ് അതുള്ളത്. അവയ്ക്ക് പുറകിൽ എവിടെയോ അല്ലെങ്കിൽ മുന്നിൽ എവിടെയോ അവ പേടിക്കുന്ന ഒരു ജീവി ഉണ്ടാകാം. കുറേ സമയം ആ ജീവിക്കായി നമ്മൾ കാത്തുനിന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു.
തിരികെ ഹോട്ടലിലെത്തണം. ബന്ദിപ്പൂർ ഗേറ്റ് അടച്ചാൽ നമ്മൾ കുടുങ്ങുക തന്നെ ചെയ്യും. മഞ്ഞയിൽ കറുത്ത വരകളുള്ള ജീവിയോ പുള്ളികളുള്ള ജീവിയോ ആവാൻ നമുക്ക് മുന്നിൽ എവിടെയോ ഉള്ളത് അവിടെ പതുങ്ങി നിൽക്കുകയാണ്. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ട് മുതുമലക്കാടുകളോട് ബൈ പറയുകയാണ്. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ്. ഈ കാട് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. മടങ്ങട്ടെ. ജോബി കരിക്കാടൻ MTI.